നാളുകൾക്ക് ശേഷം മോളിവുഡിൽ ഒരു വമ്പൻ ക്ലാഷ് റിലീസിനുള്ള സാധ്യതകൾ ഒരുങ്ങുകയാണ്. മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 65 ദിവസം മാത്രമാണ് ബാക്കിയാകുന്നത്. മറ്റൊരു 3D ചിത്രം കൂടി ഇതേ ദിവസം റിലീസാകുന്നുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മലയാളം കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് 3D ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയാണ് സെപ്റ്റംബർ 12 തന്നെ റിലീസിനൊരുങ്ങുന്നത്. മോളിവുഡിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് 2 സിനിമകളും ഒരു ദിവസമായിരിക്കും റിലീസാവുക. ഇക്കാര്യത്തെക്കുറിച്ച് നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വിവിധ മാധ്യമങ്ങൾ റിലീസ് ഡേറ്റിന്റെ സൂചനകൾ പുറത്തുവിട്ടു കഴിഞ്ഞു. മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ബറോസ്. വർഷങ്ങളുടെ സിനിമാ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് മോഹൻലാൽ അണിയിച്ചൊരുക്കുന്ന സിനിമ എന്നത് തന്നെയാണ് ഈ ചിത്രത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു 3D ചിത്രമാണെന്നതും ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന മോഹൻലാലിന്റെ പ്രഖ്യാപനവുമൊക്കെ കാത്തിരിപ്പ് കൂട്ടാൻ കാരണമാകുന്നുമുണ്ട്. ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു. സെപ്റ്റംബർ 12 തീയതിയാണ് ബറോസ് എത്താൻ പോകുന്നത്. ഓണം റിലീസായിട്ടാണ് ചിത്രം എത്തുക. കുട്ടികൾക്കും ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ഇതെന്നാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് സന്തോഷത്തോടെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു തിയേറ്റർ റിലീസായിരിക്കും ബറോസിൻ്റേത് എന്നാണ് പ്രതീക്ഷ. ബറോസിന്റെ മേക്കിംഗ് വീഡിയോ അടുത്തിടെ റിലീസ് ചെയ്തിരുന്നു. ഒരേ സമയം സംവിധായകനായും അഭിനേതാവായും സെറ്റിൽ നിറയുന്ന മോഹൻലാലിനെ ഈ വീഡിയോയിൽ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സിനിമാ പ്രേമികൾക്കായി അതിഗംഭീര കാഴ്ചാനുഭവമായിരിക്കും മോഹൻലാൽ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് മേക്കിംഗ് വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് അജയന്റെ രണ്ടാം മോഷണം എത്താൻ പോകുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ പൂർത്തിയാക്കപ്പെടുന്ന സിനിമകളിൽ ഒന്നുകൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം. 3 വേഷങ്ങളിലായാണ് ചിത്രത്തിൽ ടൊവിനോ തോമസ് എത്തുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷണൽ മെറ്റീരിയലുകൾക്കെല്ലാം മികച്ച പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. മലയാളം മാത്രമല്ല, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 6 ഭാഷകളിലായിട്ടാണ് ചിത്രം എത്താൻ പോകുന്നത്. ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളും ചിത്രത്തിലെ മേക്ക് ഓവറും ഒക്കെ മുൻപ് ടൊവിനോ തോമസ് പങ്കുവച്ചിരുന്നു. ചിത്രത്തെക്കുറിച്ച് ടൊവിനോ എഴുതിയ ഒരു കുറിപ്പും ഏറെ ശ്രദ്ധേയമായിരുന്നു. 2017 തങ്ങളെ ആവേശഭരിതരാക്കിയ ഒരു കഥയായിരുന്നു അജയന്റെ രണ്ടാം മോഷണമെന്നും എന്നാൽ ചിത്രം പൂർത്തീകരിക്കാൻ ഏറെ കാലതാമസം നേരിട്ടു എന്നുമാണ് ടൊവിനോ അന്ന് എഴുതിയത്. ചിത്രത്തിന് വേണ്ടി കളരിപ്പയറ്റും കുതിരസവാരിയും ഉൾപ്പെടെ നിരവധി പുതിയ കാര്യങ്ങൾ പഠിച്ചുവെന്നും ആയോധന കലകൾ മാത്രമല്ല അഭിനയത്തെക്കുറിച്ചും പുതിയതായി പഠിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം എഴുതിയിരുന്നു. 1900, 1950, 1990 കാലഘട്ടങ്ങളിൽ കഥ പറയുന്ന ചിത്രത്തിൽ മണിയൻ, കുഞ്ഞിക്കേളു, അജയൻ എന്നിങ്ങനെ ട്രിപ്പിൾ റോളിലാണ് ടൊവിനോ എത്തുന്നത്. 110 ദിവസങ്ങളിലായിട്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. ആദ്യമായി ഒരു ചിത്രത്തിൽ 3 വേഷങ്ങളിൽ എത്തുക കൂടിയാണ് ടൊവിനോ. മലയാളത്തിൽ നിന്നൊരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രമെന്ന് തന്നെ അജയന്റെ രണ്ടാം മോഷണത്തെ വിശേഷിപ്പിക്കാം. ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് തമിഴ് നടൻ സത്യരാജ് ആണ്. ഒപ്പം തെന്നിന്ത്യൻ നായികമാരായ കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ് എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. 2 3D സിനിമകൾ ഒരേ ദിവസം മോളിവുഡിൽ റിലീസ് ചെയ്യുന്നു എന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അങ്ങനെ ഒരു റിലീസ് മോളിവുഡിൽ മുൻപ് സംഭവിച്ചിട്ടേയില്ല. അതുകൊണ്ട് തന്നെ 2024 മോളിവുഡിന്റെ വളർച്ചയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ സിനിമകൾക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജയസൂര്യ നായകനായി എത്തുന്ന കത്തനാരും 3Dയിൽ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ബറോസും അജയന്റെ രണ്ടാം മോഷണവും ഒരേ ദിവസം തിയേറ്ററുകളിലെത്തിയാൽ ഗംഭീര ക്ലാഷ് ആയിരിക്കും നടക്കുക. 3D സിനിമകൾ ആയതുകൊണ്ട് തന്നെ തിയേറ്ററുകളുടെ ലഭ്യതയും ഒരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്.